പ്രഭാഷണപീഠത്തിലെ വെളി നക്ഷത്രം അബ്ദുൽ വാസി ബാക്കവി കുട്ടിപ്പുറം ഉസ്താദ് അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي المنان. أعوذ بكلمات الله التامات من شر ما خلق. يا حي يا قيوم برحمتك أستغيث. نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده. جزاكم الله عنا خير الجزاء. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لا يكن أحدكم كالعبد السوء إن خاف عملا ولا كالأجير السوء إن لم يعط الأجر لم يعمل أو كما قال صلى الله عليه وسلم. وما بي حذار الموت إني لميتون ولكن حذاري حر نار ملفعي. ബഹുമാന്യരായ ഉലമാക്കൾ, ഉമറാക്കൾ, സയ്യിദന്മാർ, ഇവിടുത്തെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹനീഫ് ഹാജി, മുൻ അധ്യക്ഷൻ മോനു ഹാജി, പ്രിയപ്പെട്ട അഷ്ഫാഖ് ഫൈളി, മറ്റ് ഉലമാക്കൾ, ഉമറാക്കൾ, നേതാക്കന്മാർ,
ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന മുഴുവൻ സമയങ്ങളും സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെ കുറഞ്ഞ ആയുസ്സുള്ള ഞാനും നിങ്ങളും മുൻകഴിഞ്ഞ ഉമ്മത്തിനെ അപേക്ഷിച്ച് 63 വയസ്സാണ് ശരാശരി നമ്മുടെ പ്രായം. വളരെ കുറഞ്ഞ ആയുസ്സുള്ള നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഖബറിലേക്കുള്ള അകലം കുറഞ്ഞു വരികയാണ്. ഇന്നലെ നമുക്ക് ഖബറിലേക്കുള്ള അകലമല്ല എന്നുള്ളത്, നാളെ അതിലും കുറഞ്ഞ് ഏത് അവസരത്തിലും ഈ ഭൂമിന്റെ മുകളിൽ നിന്ന് ഭൂമിന്റെ ഉള്ളിലേക്ക് പോകാൻ തയ്യാറെടുക്കേണ്ട നമ്മൾ, നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. നമ്മുടെ സമയമാണ് നമ്മുടെ ആയുസ്. മുഅ്മിനായ മനുഷ്യന് ഒരു സമയവും നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന മുഴുവൻ സമയങ്ങളും വലിയ അമലായി നമ്മുടെ മക്കളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രദേശം മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങളുടെ കാൽപാദമേറ്റ് ബറക്കത്തുള്ള പ്രദേശമാണ്. ഈ പ്രദേശമാകെ പ്രകാശിച്ചത് മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങളെ കൊണ്ടാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ ദുആയിൽ, ഉള്ളാളത്തു നിന്നുള്ള ദുആയിലും കരുവന്തിരുത്തിയിലുള്ള ദുആയിലും എവിടെയുള്ള ദുആയിലും ഇലാ ഹളറത്തി സാഹിബിൽ മഖാമാതി വൽ കറാമാത്ത് അസ്സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി എന്നുള്ള ആ മുഴങ്ങുന്ന ശബ്ദം ഇവിടെയൊക്കെ മുഴങ്ങുന്നത് പോലെ തോന്നുകയാണ്. ഈ സദസ്സിലേക്ക് അങ്ങ് കയറി വരുമ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ തോന്നുകയാണ്. ഈ നടുവിലെ സോഫയിലാണ് താജുൽ ഉലമ ഇരുന്നിരുന്നത്. അവിടെയാണ് താജുൽ ഉലമ ഇരുന്നിരുന്നത്. 1990 ഏകദേശം 35 കൊല്ലം മുമ്പ് ഇവിടത്തെ ഉറൂസിൽ ഈ ഉള്ളവൻ സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് അല്പസമയം എൻ്റെ പിതാവ് കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ സംസാരിക്കുകയും തുടർന്നുകൊണ്ട് ഈ ഉള്ളവൻ സംസാരിച്ച് 95-ലും 2000-ലും 2005-ലുമൊക്കെ താജുൽ ഉലമയുള്ളപ്പോൾ 2010 വരെ, അതിനുശേഷവും താജുൽ ഉലമന്റെ വഫാത്തിന് ശേഷവും ഇവിടെ വന്ന് വഅദ് പറയാനുള്ള മഹാഭാഗ്യം അല്ലാഹു തന്നിട്ടുണ്ട്. ഓർത്തു പോവുകയാണ്. മഹാനായ താജുൽ ഉലമയെ ഓർക്കാതെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുക? അവിടുന്ന് നടന്നു വന്ന് ഈ സ്റ്റേജിലിരുന്ന് ആരൊക്കെ വഅദ് പറയുന്നോ അവരുടെ വഅദുകൾ മുഴുവനും കേട്ട് താജുൽ ഉലമ തിരിച്ചു പോകും. എല്ലാം കേട്ട് താജുൽ ഉലമ തിരിച്ചു പോകും. അങ്ങനെ ഈ നാട്ടിന് നൂറുൻ അലാ നൂർ. ഇവിടെ നേരത്തെ ഒരു നൂറുണ്ട്. ആ നൂറിൽ മറ്റൊരു 100 കൂടി അല്ലാഹു താജുൽ ഉലമയെ നിങ്ങൾക്ക് തന്നു. 1952 താജുൽ ഉലമ ഉള്ളാളത്തേക്ക് വന്നതാണ്. 1950 വെല്ലൂർ ബാഖിയാത്തുസ് സാലിഹാത്തിൽ പോയി. താജുൽ ഉലമ ഇരുന്നിരുന്ന റൂമിൽ ഇന്ന് അസറിന്റെ ശേഷം ഈ ഉള്ളവൻ കടന്ന് അവിടത്തെ ആ ചുമരിൽ തൂങ്ങിയിരുന്ന സനദ്, ആ സനദ് എടുത്ത് നോക്കിയപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോയി. താജുൽ ഉലമക്ക് വെല്ലൂർ ബാഖിയാത്തുസ് സാലിഹാത്തിൽ നിന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റ് അത് അതേപോലെ അതിൽ 2 ഒപ്പുകൾ ഇപ്പോഴും മങ്ങാതെ മായാതെ കിടക്കുന്നത് വല്ലാത്ത അത്ഭുതം തോന്നി. ആ സനദിൽ 2 ഒപ്പുകൾ, ഒന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുള്ള ശാഫിഈ, ഹനഫി, മാലിക്കി, ഹംബലി, ഈ 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുള്ള മുഫ്തി അഅ്ളം ശൈഖുനാ ആദം ഹളറത്ത് നവ്വറല്ലാഹു മർഖദഹു 62 കൊല്ലം 63 കൊല്ലം വെല്ലൂർ ബാഖിയാത്തുസ് സാലിഹാത്തിൽ സേവനം നടത്തിയ മഹാനരാണ്.
ആ 63 കൊല്ലം ഉറുദുവിലും അറബിയിലും അതേപോലെ തമിഴിലും ഫത്വ എഴുതിയിരുന്നത് ഒരേ ഒരു പേന കൊണ്ടാണ്. ഒരേ ഒരു പേന കൊണ്ട് ഫത്വ എഴുതിയിരുന്ന മഹാൻ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആ മഹാൻ വെല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ 63 കൊല്ലം ഇൽമു പറഞ്ഞു കൊടുത്തെങ്കിൽ അവിടുത്തെ അരുമ ശിഷ്യൻ താജുൽ ഉലമ ഈ ഉള്ളാളത്ത് 62 കൊല്ലം നിങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്നു. ഞങ്ങൾ കേരളക്കാർക്ക് താജുൽ ഉലമയെ കിട്ടിയിട്ടില്ല, നിങ്ങൾക്കാണ് താജുൽ ഉലമയെ കിട്ടിയത്. താജുൽ ഉലമയുടെ നാട്ടിൽ കരുവന്തിരുത്തിയിൽ താജുൽ ഉലമയെ പ്രസവിക്കപ്പെട്ടത് കോഴിക്കോട്, കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഫറൂഖിനടുത്ത കരുവന്തിരുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് അവിടുത്തെ ജുമഅത്ത് പള്ളിയുടെ ഓരത്തുള്ള തങ്ങളകം അല്ലെങ്കിൽ മണ്ണിൽ തൊടികയകം എന്ന് പറയുന്ന ആ സ്ഥലത്താണ് താജുൽ ഉലമയെ പ്രസവിക്കപ്പെട്ടത്. 1922 മഹാനായ താജുൽ ഉലമ റബീഉൽ അവ്വൽ 25 വെള്ളിയാഴ്ച പ്രഭാതത്തോടടുത്ത സമയത്ത് അവിടെയാണ് പ്രസവിക്കപ്പെട്ടത്. ആ താജുൽ ഉലമ വെല്ലിയൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്തിലേക്ക് പോകുന്നത് 1950-ലാണ്. 52 അവിടെ നിന്ന് സനദ് വാങ്ങിച്ച് ശൈഖുന ആദം ഹസ്രത്തിന്റെ ഒപ്പ് ഇപ്പോഴും താജുൽ ഉലമ ഇരുന്നിരുന്ന റൂമിൽ തൂങ്ങുന്ന സർട്ടിഫിക്കറ്റിൽ കാണാം. ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദഹു പാപ്പനിശ്ശേരിക്കാരനായ മഹാനവറുടെയും ഒപ്പ് മായാതെ അതിൽ കിടക്കുകയാണ്. ബാക്കിയുള്ള ഒപ്പുകളൊക്കെ മാഞ്ഞുപോയി. ആ 2 ഒപ്പുകൾ അതൊരു വലിയ മഹാന്മാരുടെ ഒപ്പുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 52 വെല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സായിട്ട് അന്ന് 952 ഇവിടുത്തെ ഖാദി ബഹുമാനപ്പെട്ട ഒളിമിക്കു അവറാൻ മുസ്ലിയാരാണ്. ഒളിമിക്കു അവറാൻ മുസ്ലിയാർ 35 കൊല്ലം കാസർഗോഡ് തളങ്കരയിൽ ഖാദിയായിരുന്നു. വലിയ ധീരനായ ശുജാഇയായ, കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന രൂപമുള്ള വലിയ തലയെക്കെട്ട് കെട്ടി 2 കണ്ണട വെച്ച്, ഒരു കണ്ണടയും അതിന്റെ മുകളിൽ കൂളിംഗ് ഗ്ലാസ് കണ്ണയും വെച്ച് ഒരു പുലിയെ പോലെ സിംഹത്തെ പോലെയുള്ള പ്രകൃതിക്കാരനായിരുന്നു മഹാനായ അവറാ മുസ്ലിയാർ. ആ അവറാ മുസ്ലിയാരാണ് നിങ്ങൾക്ക് താജുൽ ഉലമയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നത്. അവറാ മുസ്ലിയാർ ഉള്ളാളത്ത് ഖാദിയായിരുന്നു. 978 വരെ മഹാനവറുകൾ ഖാദിയായിരുന്നു. കാസർഗോഡും ഖാദിയായിരുന്നു. അവർ വഫാത്തായതിനു ശേഷം 78 മുതൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടുത്തെ വഫാത്ത് വരെ 2014 വരെ താജുൽ ഉലമ ഇവിടെ ഖാദിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് ജനിച്ചത് കരുവന്തിരുത്തിയിൽ നിന്നാണ്. പക്ഷെ ഉള്ളാളം തങ്ങൾ എന്ന പേരിൽ കേരളത്തിലെ ഭൂരിപക്ഷ ആളുകളും മനസ്സിലാക്കിയത് താജുൽ ഉലമ നിങ്ങളുടെ നാട്ടുകാരനാണെന്നാണ്, ഉള്ളാളത്തുകാരനാണെന്നാണ് അധിക ആളുകളും മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1972 സയ്യിദ് മദനി അറബി കോളേജ് ഉണ്ടാകുന്നത്. ആ 972 വരെ മഹാനവറുകൾ ഇവിടെയുള്ള പള്ളിയിലാണ് ദർസ് നടത്തിയത്. നീണ്ട 20 കൊല്ലം താജുൽ ഉലമ പള്ളിയിലാണ് ദർസ് നടത്തിയത്. 72, 71, 72 ഈ സയ്യിദ് മദനി അറബി കോളേജ് ഉണ്ടാകുന്നത്. 1955, 56, 57 വർഷങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട പിതാവ് കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ മംഗലാപുരത്ത് ബന്ധറിൽ സീനത്ത് ബഖ്ഷ് മസ്ജിദിൽ മുദരിസായിരുന്നു. ആ സമയത്താണ് അസ്ഹരിയ മദ്രസ 40 ദിവസത്തെ വഅദ്, ആ വഅദ് ഉദ്ഘാടനം ചെയ്തത് താജുൽ ഉലമയാണ്. 40 ദിവസത്തെ വഅദ്. ആ വഅദിൽ 60,000 രൂപ അന്ന് പിരിഞ്ഞു കിട്ടി. ആ 60,000 രൂപ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മംഗലാപുരത്തെ അൽ അസ്ഹരിയ മദ്രസയുണ്ടാക്കിയത്. ആ സ്ഥാപനം ഇന്നും അവിടെ നിലനിന്ന് പോകുന്നു. അതുകൊണ്ട് തന്നെ ആ ബഹുമാനപ്പെട്ട പിതാവറുകൾ മംഗലാപുരത്തും താജുൽ ഉലമ ഇവിടെയും ഉണ്ടാകുമ്പോൾ അവര് തമ്മിലുള്ള വലിയ ബന്ധം, ആ ബന്ധമാണ് ഈ ഉള്ളവനെ ഇങ്ങോട്ട് ഇപ്പോൾ കൊണ്ടുവന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമ അധിക സമയത്തും വഅദ് പറയുമ്പോൾ ഓതാറുള്ള ഒരു ആയത്തുണ്ട്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ وجعل لكم السمع والابصار والافئدة لعلكم تشكرون എന്നുള്ള ആയത്താണ് അധികവും അവിടുന്ന് സൂറത്തുൻ നഹ്ലിലെ 78ാമത്തെ ആയത്താണ് അവിടുന്ന് അധികവും ഓതാറുള്ളത്. അവിടുന്ന് ഓതാറുള്ള ഹദീസ്
അദ്ദുനിയാ മൽഊനത്തുൻ മൽഊനുൻ മാ ഫീഹാ ഇല്ലാ ദിക്റല്ലാഹി വമാ വാലാ എന്നുള്ള ഹദീസാണ് അവിടുന്ന് എപ്പോഴും ഓതാറുള്ളത്. അവിടുന്ന് അധികവും ചെല്ലാറുള്ള ബൈത്ത് വമാ ബി ഹദാറുൽ മൗതി ഇന്നി ലമയ്യിതൂൻ വലാകിൻ ഹദാരി ഹറുനാരിൻ മുലഫഈ. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊലമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ആ പദ്യങ്ങൾ വല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്. കൊലമരത്തിലേക്ക് ഖുബൈബ് റളിയല്ലാഹു അൻഹു ആകുന്ന ചെറുപ്പക്കാരനെ കൊണ്ടുപോകുമ്പോ അതേ വഞ്ചനാപരമായി പിടിക്കപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു, വഞ്ചനയിൽ പിടിക്കപ്പെട്ടവരാണ്, ചെറുപ്പക്കാരനാണ്. ആ ഖുബൈബ് എന്നവരെ കൊലമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ മഹാനൗറുകൾ ഉരുവിട്ട വരികളാണ് വമാ ബി ഹദാറുൽ മൗത്ത്, എനിക്ക് മരണത്തെ പേടിയില്ല. താജുൽ ഉലമയുടെ ഭവനമായ കരുവന്തുരുത്തി വീട്ടിലെ ആ വരാന്തയിലിരുന്ന് മഹാനായ താജുൽ ഉലമ ഒരിക്കൽ ഈ ബൈത്ത് ചൊല്ലിയപ്പോ വമാ ബി ഹദാറുൽ മൗത്ത്, എനിക്ക് മരണത്തെ പേടിയില്ല. ഇന്നി ലമയ്യിതു, ഞാൻ മരിച്ചു പോകും, ഞാൻ മയ്യിത്താണല്ലോ, പക്ഷേ എനിക്ക് പേടിയുള്ളത് വലാകിൻ ഹദാരി, എനിക്ക് പേടിയുള്ളത് ഹറുനാരിൻ മുലഫഈ, അതിശക്തമായ ചൂടുള്ള നരകമാണ്, എനിക്കതാണ് പേടിയുള്ളത്. ആ വരികൾ താജുൽ ഉലമ അവിടുത്തെ വീട്ടിൽ വെച്ച് ചൊല്ലിയപ്പോ ഈ ഉള്ളവൻ ചോദിച്ചു, എന്താണ് മുലഫഇന്റെ അർത്ഥം, എന്താണ് മുലഫഇന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ കിതാബുകളും മനപ്പാഠമുള്ളവരാ. ഇക്കാണുന്ന സയ്യിദ് മദനി മസ്ജിദിൽ വെച്ച് മഹാനൗറുകൾ ദർസ് നടന്നുകൊണ്ടാണ് ദർസ് നടത്തുക. ഒരു കിതാബും കയ്യിലില്ല, നടന്നുകൊണ്ടാണ് ദർസ് നടത്തുക. ഒരു ദിവസം കരുവന്തുരുത്തിയിലേക്ക് വന്നപ്പോ, ഹിക്മ ദർസ് നടത്താൻ വേണ്ടി വന്നപ്പോ അവിടെ വെച്ച് പറഞ്ഞു, അത് ഉള്ളാളത്ത് ഉറൂസ് നടക്കുകയാണ്. ആ ഉറൂസ് നടക്കുമ്പോ എല്ലാവരുടെയും കിതാബുകൾ നിർത്തിവെച്ചു. ഞാൻ എന്റെ ദർസ് നിർത്തിയിട്ടില്ല. ഞാൻ ഉറൂസിന്റെ അന്നും ദർസ് നടത്തും. പരീക്ഷയുടെ മുമ്പ് എല്ലാ കിതാബുകളും കഴിഞ്ഞിട്ട് ഇമാം ദബ്ബാനിയുടെ അഖായിദ് ജലാലിയും ഞാൻ ചൊല്ലിക്കൊടുത്തിട്ടാണ് വരുന്നത്. ഘടുകടുപ്പമുള്ള കിതാബാണ് ഇമാം ദബ്ബാനിയുടെ അഖായിദ് ജലാലി. അത് ചൊല്ലിക്കൊടുത്തിട്ടാണ് വരുന്നത്. ഞാൻ താജുൽ ഉലമയിൽ ഇരുന്നിരുന്ന റൂമിൽ ചെന്ന് അവിടുത്തെ അലമാരി തുറന്ന് ആദ്യമായി നോക്കിയ കിതാബ്, ഇന്ന് ആദ്യമായി നോക്കിയ കിതാബ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആന്റെ തഫ്സീറാണ്. രണ്ടാമതായി മറിച്ചു നോക്കിയത് തുഹ്ഫത്തുൽ മുഹ്താജ് ആണ്. മൂന്നാമതായി മറിച്ചു നോക്കിയത് ഈ ദബ്ബാനിയാണ്, അഖായിദ് ജലാലിയ. ഒരു സബുക്കും ഞാൻ ഒഴിവാക്കുന്നില്ല, മുഴുവൻ സബുക്കുകളും ഞാൻ എടുക്കുന്നു. എന്നിട്ട് അതിന്റെ പുറമെ ക്ലാസ് എടുക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ, വല്ലൂര് ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ 7 കിതാബുകൾ മഹാനൗറുകൾ അവിടുത്തെ ഉസ്താദുമാരിൽ നിന്ന് പഠിക്കുമ്പോ 10 കിതാബുകൾ മുതഅല്ലിമീങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തിരുന്നു. അത്രക്കും കിതാബുമായി ബന്ധമുള്ളവരാ. തുഹഫ മുഴുവനും മനപ്പാഠമാണ്, ഹിക്മ മുഴുവനും മനപ്പാഠമാണ്. 7 കൊല്ലം താജുൽ ഉലമയിൽ നിന്ന് ഹിക്മ ഓതാൻ ഈ ഉള്ളവനക്ക് അവസരം കിട്ടി. കരുവന്തുരുത്തിയിൽ വെച്ച് അവിടുത്തെ 2 മണിക്കൂറോളം അവിടുത്തെ മുന്നിലിരുന്ന് ഹിക്മോദാനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് തന്നെ 2014 റബീഉൽ ആഖിർ ശനിയാഴ്ച പുലർച്ചെ, ശനിയാഴ്ച വൈകുന്നേരം താജുൽ ഉലമ വഫാത്താകുമ്പോ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഈ ഉള്ളവൻ താജുൽ ഉലമയെ കാണാൻ എട്ടിക്കുളത്തെത്തിയപ്പോ വഫാത്തിന്റെ ദിനമാണെന്ന് അവിചാരിതമായി എന്തോ ഒരു തോന്നൽ വന്നിട്ട് അങ്ങോട്ട് പോയതാണ്. അവിടെ വെച്ച് താജുൽ ഉലമയെ അവസാനമായി കാണുന്നു. വഫാത്തിന്റെ ആ ദിവസം തന്നെ 9 മണിക്ക് കാണുകയാ.
പച്ചപ്പുതപ്പ് പുതച്ചുകൊണ്ട് താജുൽ ഉലമയുടെ മനോഹരമായ മുഖം കണ്ടു വല്ലാത്ത സന്തോഷിച്ച് കൂറത്തങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന താജുൽ ഉലമയെ കണ്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും താജുൽ ഉലമ വഫാത്തായി എന്ന വാർത്തയാണ് കേട്ടത്. വീണ്ടും ഇട്ടിക്കുളത്തേക്ക് തന്നെ പോയിട്ട് അവിടുത്തെ ജനാസ കൊണ്ടുപോകുന്നത് വരെ, അവിടുത്തെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ രാത്രി 11 മണി മുതൽ 5 മണി 6 മണി 5:30 മണിയായി ജനാസ ഇറക്കുമ്പോ അതുവരെ ഈ ഉള്ളവൻ കൂടെയുണ്ടായിരുന്നു. റഹ്മുറാഹിമായ റബ്ബ് അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഈ ഉള്ളാളത്തും പരിസരത്തും കർണാടകയിലുമൊക്കെ ദീൻ പ്രചരിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന സയ്യിദാണ് മഹാനൗറുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ 38ാമത്തെ പൗത്രനാ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ 5ാമത്തെ പൗത്രൻ അലി മുസദ്ദിദ തങ്ങളുടെ പരമ്പരയിലൂടെ വന്ന് ജലാലുദ്ദീൻ ബുഖാരി ഹിജ്റ 800 വളപട്ടണത്ത് വന്ന ജലാലുദ്ദീൻ ബുഖാരിയുടെ പരമ്പരയിലൂടെ വന്നിട്ട് താജുൽ ഉലമ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ 38ാമത്തെ മകനാ. അവിടുത്തെ പരമ്പര അവിടുത്തെ റൂമിൽ തൂക്കി വെച്ചിട്ടുണ്ട്. 38ാമത്തെ പുത്രനാണ്. സയ്യിദാണ്, ആലിമാണ്, ശുജാഇയാണ്, വല്ലാത്ത ആബിദാണ്, വല്ലാത്ത ആശിഖാ. അവിടുത്തെ ഹദറത്തിൽ വെച്ച് ബുറുദ് ചൊല്ലിയിട്ടുണ്ട്, അവിടുത്തെ ഹദറത്തിൽ വെച്ച് മൗലിദ് ഓതിയിട്ടുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുത്ത് റസൂലുള്ളാഹിനെ പറ്റി മദഹ് ഇങ്ങനെ പറയുമ്പോ താജുൽ ഉലമ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടുണ്ട്. വല്ലാത്ത മുഹിബ്ബാണ്, വല്ലാത്ത ധർമ്മിഷ്ഠനാ, സാലിഹീങ്ങളോട് വല്ലാത്ത ബന്ധമുള്ളവരാ. ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ ഒത്ത വലിയ മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ ഖബർ പ്രകാശിപ്പിക്കുമാറാകട്ടെ, അവിടുത്തെ മദദ് അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബഖറ സൂറത്തിൽ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരേ, വിശുദ്ധ ഖുർആനിന്റെ സംബോധനം മനുഷ്യരെ. എന്തൊരു മനോഹരമായ സംബോധനമാണ് മനുഷ്യരെ. മുഫസ്സിരീങ്ങൾ മക്ക നിവാസികളെ എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഏ മനുഷ്യരെ, എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അങ്ങനെയാണ് അല്ലാഹ് പറഞ്ഞത്. ആരാണ് റബ്ബ്? പോറ്റി വളർത്തുന്നവൻ, ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് തന്ന് ഈ കാണുന്ന ഓക്സിജൻ തന്ന അല്ലാഹ്. ഈ ഉള്ളവൻ സംസാരം തുടങ്ങി, ഇനി അവസാനിക്കുന്നത് വരെ ഈ ഉള്ളവനക്ക് സംസാരിക്കാൻ നാവ് ചലിക്കണമെങ്കിൽ തുപ്പുനീര് വേണം. ആ തുപ്പുനീര് തന്ന അല്ലാഹ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്ന അല്ലാഹ്. ഏ മുസ്ലിമീങ്ങളെ, അല്ലാഹു ചെയ്ത വലിയൊരു അനുഗ്രഹം നോക്ക് നിങ്ങൾ. ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ ഇസ്ലാമിന്റെ പുറത്തുള്ള സഹോദരന്മാർ, മുസ്ലിമീങ്ങളായ സഹോദരന്മാർ അല്ലാഹ് എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അല്ലാഹ് എന്നേ പറയൂ. അവര് ദൈവമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ അവർ ആരാധിക്കുന്ന സാധനത്തിന് അവർ പേര് പറയുന്നത് ആണ്ടവൻ എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. കർണാടകയിൽ എന്താ പറയാ? ദേവർ. കർണാടകയിൽ ദേവർ എന്ന് പറയുന്നു. ഉറുദുക്കാർ ഖുദ എന്ന് പറയുന്നു. ഇംഗ്ലീഷുകാർ ഗോഡ് എന്ന് പറയും. അതിന് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നമ്മൾ അല്ലാഹ് എന്നാണ് പറഞ്ഞത്. അത് കേരളത്തിലാവട്ടെ, കർണാടകയിലാവട്ടെ, തമിഴ്നാട്ടിലാവട്ടെ, ഡൽഹിയിലാവട്ടെ, ബംഗാളിലാവട്ടെ, ഇനി അമേരിക്കയിലാവട്ടെ, ലണ്ടനിലാവട്ടെ, ലോകത്തുള്ള ഏത് രാജ്യത്തും ഇബാദത്ത് ചെയ്യുന്നവരൊക്കെ പറയുന്നത്, ഇസ്ലാമിന്റെ ആളുകൾ പറയുന്നത് അല്ലാഹ് എന്നാണ്.
ഈ പറച്ചിൽ തുടങ്ങിയത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കാണ്. ആദം നബിയുടെ ഭാഷ സുരിയാനി ഭാഷയാണ്. ആദം നബി ഭൂമിയിൽ സംസാരിച്ച ഭാഷ സുരിയാനിയാണ്. സ്വർഗത്തിൽ ഭാഷ സംസാരിച്ചത് അറബിയിലാണ്. ആദം നബിയുടെ ഭാഷ സുരിയാനിയാണെന്ന് ഇമാം ദിമൻഹൂരി ഹാഷിയത്തുൽ മത്നുൽ കാഫിയിൽ പറഞ്ഞിട്ടുണ്ട്. ആദം നബിയുടെ ഭാഷ സുരിയാനിയാണ്. എല്ലാ പ്രവാചകന്മാരും അല്ലാഹ് എന്ന് പറഞ്ഞു. എല്ലാ മുഅ്മിനീങ്ങളും അല്ലാഹ് എന്ന് പറഞ്ഞു. എല്ലാവരും ഇസ്ലാമിന്റെ ആളുകൾ മുഴുവനും അല്ലാഹുവിനെ അല്ലാഹ് എന്നാണ് പറഞ്ഞത്. ഓരോ പ്രദേശത്തുകാർ ഓരോ രൂപത്തിൽ പറയുന്നുവെങ്കിൽ നമുക്ക് അല്ലാഹു ചെയ്ത വലിയ ഒരു നിഅമത്താണത്. ആ അല്ലാഹ് എന്നുള്ള പേരാണ് ഞാനും നിങ്ങളും ആദ്യം ചെവിട്ടിൽ കേട്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, അനുജത്തിമാര് മനസ്സിലാക്കട്ടെ. ഒരു കുഞ്ഞിനെ പ്രസവിക്കപ്പെട്ടാൽ ആ കുഞ്ഞിന്റെ ചെകിട്ടിൽ ആദ്യം കേൾക്കട്ടെ അല്ലാഹ് എന്നാണ്. അത് ആർക്കും ആ ബാങ്ക് കൊടുക്കാം. ശാഫിഈ മദ്ഹബ് പ്രകാരം ബാങ്ക് കൊടുക്കുന്നവൻ ആണാകാം, പെണ്ണാകാം, വലിയ അശുദ്ധിയുള്ളവളാകാം, അല്ലാത്തവളാകാം, ആർക്കും ആ ബാങ്ക് കൊടുക്കാം. എത്രത്തോളം മുസ്ലിം അല്ലാത്ത ആൾക്ക് വരെ ആ ബാങ്ക് കൊടുക്കാം. അത് ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടായിക്കൊള്ളണമെന്നുമില്ല. ആദ്യം കേൾക്കേണ്ടത് അല്ലാഹയാണ്. അത് റെക്കോർഡിംഗ് സംവിധാനത്തിലൂടെ മൊബൈലിലൂടെ കേൾപ്പിച്ചാൽ പറ്റില്ല, മറ്റ് സംവിധാനങ്ങളിലൂടെ കേൾപ്പിച്ചാൽ പറ്റില്ല. നാവ് കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ആ ബാങ്ക് കേൾക്കണം. അല്ലാഹു അക്ബർ എന്നിന്റെ ബാങ്ക് ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഞാനും നിങ്ങളും ആദ്യം ആ ബാങ്ക് കേട്ടു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നാം വഫാത്താകുമ്പോ, മരിക്കുമ്പോ അവസാനമായി നാം ഉച്ചരിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ അല്ലാഹ് എന്നുള്ള വാക്കാണ് അവസാനമായി ഉച്ചരിക്കുന്നത്. ഈ ഒരു പ്രത്യേകത നമുക്കേയുള്ളൂ. അല്ലാഹ് എന്നത് കേട്ടിട്ട് ഭൂമിയിലേക്ക് വന്നു, അത് ഉച്ചരിച്ചുകൊണ്ടാണ് അവസാനം, അത് ഉച്ചരിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. വലത്തേ ചവിട്ടിൽ ബാങ്ക് കൊടുക്കണം, ഇടത്തേ ചവിട്ടിൽ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ ഇടത്തേ ചവിട്ടിൽ ഇഖാമത്ത് കൊടുക്കണം. ഇത് രണ്ടും കൊടുത്തതിന്റെ ശേഷം വലത്തേ ചവിട്ടിൽ തന്നെ വീണ്ടും ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതി കൊടുക്കണം. അതോടുകൂടെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി കൊടുക്കണം. മഹാന്മാരായ ഫഖഹാക്കൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ആയത്തും ഓതി കൊടുക്കൽ സുന്നത്താണ്. സഹോദരിമാര് ശ്രദ്ധിക്കണം. പ്രസവിക്കപ്പെട്ട ഉടനെ കുഞ്ഞിന്റെ ചെകിട്ടിൽ ഓതിക്കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ രൂപത്തിലാണ് ഫഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. ശാഫിഈ ഫഖഹാക്കൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ജല്ല ജലാലുവായ അല്ലാഹ് രണ്ട് ലാമാണത്. രണ്ട് ലാമാണ്. ലാമിന്റെ മഖ്റജാണ് അതിന്റെയും മഖ്റജ്. രണ്ട് ലാമ് കൂടിയതാണ്. അതിന്റെ ശേഷം ഹാ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഹാ ഉച്ചരിച്ചെങ്കിലേ കലിമ പൂർത്തിയാവുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഹാ ഉച്ചരിക്കണം. അപ്പോഴേ കലിമ പൂർത്തിയാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾക്ക് വെള്ളം തരുന്ന അല്ലാഹ്, ആ അല്ലാഹ്ക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അല്ലദീ ഖലഖക്കും, ആ റബ്ബാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെ മുമ്പുള്ള ആളുകളെയും സൃഷ്ടിച്ചത് ആ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുകയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഈ കാണുന്ന ഭൂമി പരവതാനി പോലെ അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. നിങ്ങൾക്ക് താമസിക്കാൻ, നിങ്ങൾക്ക് വേണ്ട പോലെ വിശ്രമിക്കാൻ അല്ലാഹു പരവതാനി പോലെ ഭൂമിയെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. ഭൂമി സൃഷ്ടിച്ചവൻ ഞാനാണെന്ന് ഇന്നേ വരെ ഒരാളും അവകാശപ്പെട്ടിട്ടില്ല. ഫിർഔൻ ഞാൻ വലിയ റബ്ബാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഭൂമി ഉണ്ടാക്കിയത് ഞാനാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാ. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ കാണുന്ന രൂപത്തില്, നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു ആകാശത്തെ സംവിധാനിച്ചു തന്നു. ആകാശം സൃഷ്ടിച്ചത് ഞാനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ ആ അവകാശവാദന്മാരും ഉന്നയിച്ചിട്ടില്ല. അത് ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. അതേ അൻസല മിനസ് സമാഇ മാആ,
ആകാശത്തിൽ നിന്ന് അള്ളാഹു അല്ലെങ്കിൽ മേഘത്തിൽ നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ചു തന്നു. അങ്ങനെ മഴ വർഷിപ്പിച്ചു തന്ന് ആ മഴ ഭൂമിയിലേക്ക് ശക്തമായ രൂപത്തിൽ എത്തിയിട്ട് ആ മഴയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളത് ഉണ്ടാക്കി തന്നു. ഇതൊക്കെ തന്ന അല്ലാഹുവിനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുവീൻ. മിനിങ്ങളെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഇബാദത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹിനെ പറ്റി പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് അറിവ് നൽകിയത് മുത്ത് റസൂലുള്ളാഹിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജല്ല ജലാലുവായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടുന്നത് അത് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. താജുൽ ഉലമാക്ക് വലിയ ഇഷ്ടമുള്ള കിതാബാണ് ഹിക്മ. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ എഴുതിയ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി, അതേ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഇമാം ഷാദുലി തങ്ങളുടെ ശിഷ്യനാണ് അബുൽ അബ്ബാസുൽ മുർസി. അവരുടെ ശിഷ്യനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ എഴുതിയ ഹിക്മ താജുൽ ഉലമക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവിടെ നിന്ന് കരുവന്തിരുത്തിയിൽ നിന്ന് ദർസ് നടത്തിയിരുന്നത് അതേ കിതാബാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, മോനെ, നിനക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? നിനക്ക് നോമ്പ് നോൽക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? നിനക്ക് ഖുർആൻ ഓതാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? നിനക്ക് തസ്ബീഹ് ചൊല്ലാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? അത് ഏറ്റവും വലിയ നിഅമത്താ, അത് ഏറ്റവും വലിയ അനുഗ്രഹമാ. ജല്ല ജലാലുവായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള അവസരം അത് വലിയ അവസരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സൂചി എടുത്ത് ആ സൂചി കൊണ്ട് നമ്മുടെ കൈവിരലിൽ ഒന്ന് കുത്തിയിട്ട് ആ സൂചിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തത്തിന്റെ ചെറിയ കണിക, ആ സൂചിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തത്തിന്റെ ചെറിയ കണിക, ആ കണികയിൽ 50,000 ചുവന്ന രക്താണുക്കളുണ്ട്. ആ ഒരു തുള്ളി രക്തത്തിൽ 50,000 ചുവന്ന രക്താണുക്കളുണ്ട്. ആരാണ് ആ രക്തത്തിൽ ഈ അണുക്കൾ സംവിധാനിച്ചതാരാ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ തല മുതൽ കാലുവരേക്കും എത്ര രോമങ്ങളുണ്ട്. ഈ രോമങ്ങളെ സംവിധാനിച്ചതാരാ? ഒരു രോമം പോലും മനുഷ്യനിക്ക് ഇന്നേ വരെ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. ഒരു തുള്ളി രക്തം പോലും മനുഷ്യനിക്ക് ഇന്ന് വരെ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു നിർമ്മിച്ച രക്തത്തിന്റെ ഗ്രൂപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വരെ മനുഷ്യനിക്ക് കഴിഞ്ഞില്ല. പോസിറ്റീവ് നെഗറ്റീവ് ആക്കാനോ എ ആക്കാനോ ഒന്നും കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു അബ്ബാദ് തങ്ങൾ പറഞ്ഞു, ഏറ്റവും വിവരമില്ലാത്തവൻ മനുഷ്യനാണ്. അള്ളാഹുവിനെ പറ്റി വിവരമില്ലാത്തവൻ മനുഷ്യനാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യന്റെ പിതാവ് കുരങ്ങാണെന്ന് പറഞ്ഞത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ താമസിച്ചിരുന്ന കുരങ്ങാണെന്ന് പറഞ്ഞു. ഈയിടെ ഒരു ഡോക്ടർ എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചു, ആ കുരങ്ങ് മനുഷ്യന്റെ രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആയിരുന്നു എന്ന് വായിച്ചു. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് എങ്ങനെയാ അത് മനസ്സിലായത്? ആ കുരങ്ങിന്റെ രക്തം ഏത് ലാബോറട്ടറിയിൽ കൊണ്ടിട്ടാണ് പരിശോധിച്ചത്. ആ മനുഷ്യപിതാവെന്ന് അവർ അവകാശപ്പെടുന്ന കുരങ്ങിന്റെ രക്തത്തിന്റെ ഗ്രൂപ്പ് പോസിറ്റീവ് ആയിരുന്നത്ര എന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ആധുനിക മനുഷ്യന്റെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആദം നബി ഭൂമിയിലേക്ക് വന്നിട്ട് മഹാനായ സൈനി ദഹലാൻ തന്റെ അൽ ഫതുഹാത്തുൽ ഇസ്ലാമിയിൽ പറഞ്ഞത് അടിസ്ഥാനത്തിൽ 7000 ചില്ലാനം വർഷങ്ങളെ ആയിട്ടുള്ളൂ. 7447 വർഷങ്ങളെ ആയിട്ടുള്ളൂ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നിട്ട്. അതിന് മറ്റൊരു ചരിത്രമാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ജല്ല ജലാലുവായ അല്ലാഹുവാണ് എല്ലാം തന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു തുള്ളി വെള്ളം പോലും നിർമ്മിക്കാൻ മനുഷ്യനായില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ കാണുന്ന 5 വിരലുകൾ, ഓരോ വിരലിലും അല്ലാഹു 3 വിയ്യാവൂരി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3. ഒരു വിരലിൽ 3 വിയ്യാവൂരിയുണ്ട്. 5 വിരലിൽ 15 വിയ്യാവൂരിയുണ്ട്. ഇതിൽ 1 ഡാമേജ് ആയാൽ, 1 കേടുവന്നാൽ അതിന് സ്പയറായി ലോകത്ത്
ഒരു വിരല് പോലുമില്ല. എല്ലാ പാർട്സുകൾക്കും സ്പെയർ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ പാർട്സുകൾക്ക് സ്പെയർ ഇല്ല. വൃക്ക കേട് വന്നാൽ വൃക്ക തന്നെ നിർമ്മിക്കണം, കണ്ണ് കേട് വന്നാൽ കണ്ണ് തന്നെ വേണം. അള്ളാഹു ഉണ്ടാക്കിയതല്ലാതെ മറ്റ് ഫിറ്റിങ്സുകളൊന്നും സൂട്ടല്ല. അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നിങ്ങൾക്ക് വെള്ളം തരുന്ന, നിങ്ങൾക്ക് ഓക്സിജൻ തരുന്ന, സുബ്ഹാനല്ലാഹ്, ഓക്സിജൻ സിലിണ്ടറിന് ഡൽഹിയിൽ തിരക്ക് കൂടിയിരുന്ന മനുഷ്യന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കണ്ടില്ലേ? കൊറോണ കാലത്ത് അതിനു വേണ്ടി തിരക്ക് കൂടിയിരുന്ന ആളുകളെ കണ്ടില്ലേ? ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശ്വസിക്കുവാനുള്ള, നമുക്ക് വേണ്ട എല്ലാവിധ ഓക്സിജനുകളും ഇവിടെ സംവിധാനിച്ചു. ഇതൊക്കെ ചെയ്ത അല്ലാഹ്, ആ അല്ലാഹുവിനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുവീൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നത്, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടിയാൽ, നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ, നല്ലതൊക്കെ ചെയ്യാൻ അവസരം കിട്ടിയാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനോളം ഒരു നിഅമത്ത് വേറെയില്ല. അതിനോളം ഒരു നിഅമത്ത് വേറെയില്ല. 1000 റക്അത്ത് നിസ്കരിച്ചിരുന്നു മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹിൽ അത്ബരി അൽ ബസരി റളിയല്ലാഹു അൻഹു. 1000 റക്അത്ത് ഒരു ദിവസം നിസ്കരിച്ചിരുന്നു ആമിർ ഇബ്നു അബ്ദുല്ലാഹിൽ അത്ബരി അൽ ബസരി. മഹാനായ കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാർ ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിന്റെ ഉസ്താദായ മുർഷിദ് തുല്ലാബ് എന്ന് പറയുന്ന കിതാബിനിക്ക് ശറഹ് എഴുതിയ കൈപ്പറ്റക്കാരൻ, മലപ്പുറം ജില്ലയിലെ കൈപ്പറ്റക്കാരൻ മമ്മൂട്ടി മുസ്ലിയാർ, അവിടുത്തെ മുർഷിദിന്റെ ഹാഷിയിൽ 9 ഔലിയാക്കന്മാരെ പേരെഴുതി വെച്ചിട്ടുണ്ട്. മോനെ, നിന്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഈ 9 ഔലിയാക്കന്മാരെ തവസ്സുലാക്കി നീ ദുആ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. توسل إلى الرحمن في كل حاجة ترمو قضاها بالكرام ذوي الزهد ويس ومعروف الربيع وهارم يلي الحسن البصري عمير ذو الرفد أبو مسلم الخولان مسروق أسود تمام السقاط الزاهدين ذوي المجد. ഈ മഹാന്മാരെ പേരെഴുതി കഫംപുടയിൽ വെച്ചാൽ അവിടുന്ന് മുങ്കറിനെ കീറി ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുമെന്നും മഹാനൗറുകൾ ആ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. തഖ്വന്റെ ബാബിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. മഹാനൗറുകൾ പറയുന്നു, 19 ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാരിൽപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി അത്ബരി അൽ ബസരി കാന യുസല്ലി ഫീ കുല്ലി യൗമിൻ അൽഫ റക്അത്ത്, എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിച്ചിരുന്നു. എങ്ങനെയാണ് അവർക്ക് കഴിഞ്ഞിരുന്നത് അറിയില്ല. അതിൽ വല്ലാത്ത അഭിമാനം കൊണ്ടിരുന്നു. താജുൽ ഉലമ വിത്ർ 11 റക്അത്ത് എല്ലാ ദിവസവും നിസ്കരിക്കും. റമദാനിക്കും അല്ലാത്തപ്പോഴും 11 റക്അത്ത് നിസ്കരിക്കും. 15-20 ജുസ് അവിടെ പ്രായമുള്ള സമയത്ത് ഒരു ദിവസം രാവിലെ റമദാനിക്ക് 15-20 ജുസുകൾ ഒരൊറ്റ ഇരുത്തമിരുന്ന് താജുൽ ഉലമ ഓതും. ശറഫൽ അനാം മൗലിദ് മുഴുവനും ഓതും. ഇങ്ങനെ ദുഹാ 8ഉം 12ഉം ഒക്കെ നിസ്കരിക്കും. എല്ലാം പരിപൂർണമായി ചെയ്യുന്നവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ചെയ്യുന്ന നിഅമത്തുകളെ കൂട്ടത്തിൽ വലിയ നിഅമത്താണ് ഈ ലോകം പടച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ നൽകുന്ന അവസരമെന്ന് നമ്മൾ മനസ്സിലാക്കണേ. ആ ഇബാദത്തിന്റെ സൗന്ദര്യമെന്താ? ആ ഇബാദത്തിന്റെ സൗന്ദര്യമെന്താ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്ത് റസൂലുള്ളാഹി പറയുകയാ, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇമാം ഇബ്നു അബ്ബാസ് തന്റെ ഹാശിയത്തുൽ ഹികമിൽ ഈ ഹദീസ് എടുത്തു ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മുത്ത് റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, ലാ യകുൻ അഹദുക്കും കൽ അബ്ദി സൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ,
നിങ്ങളാരും തന്റെ ഒരു മോശക്കാരനായ ചീത്തയായ ഒരടിമയെ പോലെ ആകല്ല. ഒരു മോശക്കാരനായ ചീത്തയായ ഒരടിമയെ പോലെ ആകല്ല. എന്താണ് അവന്റെ ചീത്ത സ്വഭാവം? എന്താണ് അവന്റെ വിടക്ക് മോശമായ സ്വഭാവം? എന്താണ്? ഇൻ ഖാഫ അമില, അവൻ തന്റെ യജമാനനെ പേടിച്ചാൽ നല്ലപോലെ പണിയെടുക്കും. യജമാനനെ പേടിച്ചാൽ നല്ലപോലെ പണിയെടുക്കും. ഇതുപോലെ നരകത്തെ പേടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അള്ളാന്റെ അദാബ് പേടിച്ചത് കൊണ്ടോ നീ ഇബാദത്ത് ചെയ്യില്ല. തുടർന്ന് കൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, വലാക്കൽ അജീരി സൂഈ, മുസ്ലിമീങ്ങളെ നിങ്ങളാരും ചീത്ത മോശമായ തൊഴിലാളിയെ പോലെ കൂലിക്കാരനെ പോലെ ആകല്ല. ഇല്ലം യുഅത്തൽ അജ്റ ലം യഅമൽ, അവനക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ലെങ്കിൽ, ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ, അവനക്ക് കാശ് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ പണിയെടുക്കൂല. അതുപോലെയുള്ള തൊഴിലാളിയെ പോലെ ആകല്ല. അഥവാ റബ്ബ് സ്വർഗം കൊടുക്കുന്നില്ലെങ്കിൽ, അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നില്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാത്ത രൂപമുണ്ടാകല്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനൗറുകൾ പറയുന്നുണ്ട്. മഹാനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു സബൂറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച സബൂറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി. അതെന്താണെന്നറിയോ? അള്ളാഹു പറയുകയാണ്, ഏ മനുഷ്യരെ, നിങ്ങളാവരും അക്രമികളാവരുത്, നിങ്ങളാവരും ദുൽമ ചെയ്യുന്നവരാകരുത്. ഞാൻ സ്വർഗത്തെ പടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യൂലേ? അല്ല ചോദിക്കുകയാണ്, സ്വർഗം ഞാൻ സൃഷ്ടിച്ചതല്ലേ, നരകം ഞാൻ സൃഷ്ടിച്ചതല്ലേ? ആ സൃഷ്ടിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? ഞാൻ സ്വർഗം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യൂലേ? ഞാൻ നരകം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ആ നരകത്തെ പേടിച്ച് നിങ്ങൾ ഇബാദത്ത് ചെയ്യൂലേ? സ്വർഗവും നരകവും ഒക്കെ പിന്നീട് വന്നതല്ലേ? അതല്ലാഹു സൃഷ്ടിച്ചതല്ലേ? പിന്നെന്താണ് ഇബാദത്തിന്റെ സൗന്ദര്യം? അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ വഅദിന്റെ വിഷയം ഇതാണ്. എന്താണ് ഇബാദത്തിന്റെ സൗന്ദര്യം? ഞാൻ ആദ്യം പറഞ്ഞു, ഇബാദത്ത് ചെയ്യൽ അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. ജല്ല ജലാലുവായ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ നൃത്തത്തിൽ കൈപൊക്കുമ്പോ കൈയിന്റെ 5 വിരലുകൾ നിവർത്തിയാണ് പിടിക്കേണ്ടത്, വിടർത്തിയാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൂടാ, നിവർത്തി പിടിക്കണം. ഈ 2 തള്ളവിരലുകൾ ചെവിക്കുന്നിയോട് നേരിട്ടുകൊണ്ട് ഇങ്ങനെയാണ് കൈ പൊക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു കീഴടങ്ങലാ. നിങ്ങൾ കണ്ടില്ലേ, ഇസ്രയേലിന്റെ കപ്പല് യമനിലെ ഹൂത്തികൾ തടഞ്ഞപ്പോ, യമനിലെ ഹൂത്തികൾ ആ ഇസ്രയേലിന്റെ കപ്പല് തടഞ്ഞപ്പോ നമ്മൾ ആരെയും പിന്തുണക്കുകയോ എതിർക്കുകയോ ചെയ്യുകയല്ല. സംഭവം പറയുകയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഹെലികോപ്റ്ററിൽ ഒരു ഹൂത്തി പടയാളി കപ്പലിലേക്ക് ഇറങ്ങുകയാണ്. ഹൂത്തി പടയാളി ഹെലികോപ്റ്റർ ഇങ്ങനെ താഴ്ന്നിറങ്ങി അതിൽ നിന്ന് ചാടിയിറങ്ങി അവന്റെ കയ്യിലുള്ള AK-47 റൈഫിളുമായി ഇങ്ങനെ ഓടുകയാണ്. അവൻ ഓടിയിട്ട് നേരെ അതുകൊണ്ടൊരു കുത്തു കൊടുക്കുന്നു. ക്യാപ്റ്റന്റെ റൂമിൽ ഒരു കുത്തു കൊടുക്കുന്നു. ആ കഥകൾ മലക്കെ തുറന്നപ്പോൾ ഈ റൈഫിൾ ക്യാപ്റ്റന്റെ മുന്നിലേക്ക് ചൂണ്ടിയപ്പോ ക്യാപ്റ്റൻ കൈപൊന്തിച്ച് കീഴടങ്ങുകയാ. ക്യാപ്റ്റൻ കൈപൊന്തിച്ച് കീഴടങ്ങുന്നത് ഞാനും നിങ്ങളും കണ്ടതാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ 17 റക്അത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുന്ന ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ കീഴടങ്ങുകയാ. ഇങ്ങനെ തന്നെ കൈപൊന്തിച്ചോളണം. ഇങ്ങനെയാണ് മുത്തുനബി പൊന്തിച്ചത്. അതിങ്ങനെ തന്നെ കൈപൊന്തിച്ചോളണം. കൈപൊന്തിക്കേണ്ട 5 സ്ഥലങ്ങളാണ് നിസ്കാരത്തിലുള്ളത്. 6ാമത്തെ സ്ഥലത്ത് കൈപൊന്തിച്ചാൽ 3 അനക്കം തുടർച്ചയായി വന്നാൽ നിസ്കാരം ബാത്തിലായി പോകും. അത് പാടില്ലാത്തതാണ്.
ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈപൊക്കിക്കൂടാ. മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈപൊക്കിക്കൂടാ. അങ്ങനെ പൊക്കിയാൽ മൂന്നനക്കം തുടർച്ചയായി വന്നാൽ നിസ്കാരം ബാത്തിലായി പോകും. എനിക്കറിവില്ല എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ പരാതി പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മുന്നിൽ ഞാനും നിങ്ങളും കീഴൊതുങ്ങുകയാണ്. ഈ നിസ്കാരം കാണിച്ചു കൊടുത്തതാരാ? ഈ നിസ്കാരം കാണിച്ചു കൊടുത്തതാരാണ്? മുത്തുനബിക്ക് ജിബ്രീലല്ലേ കാണിച്ചു കൊടുത്തത്. റജബ് 27 പകലിൽ മുത്തുനബി ഇസ്രാ നടത്തിയിട്ട് അതേ വസറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദജിം മിനൽ ളുലമി വബിത്ത തർഖാ ഇലാ അനിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈൻ ലം തുദ്റക് വലം തറുമി. എത്ര മനോഹരമാണ് ആ വരികൾ, എത്ര അർത്ഥവത്താണ് ആ വരികൾ. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം 3 മണിക്കൂർ കൊണ്ട് എല്ലാം ചുറ്റി സഞ്ചരിച്ചു വന്നില്ലേ? എല്ലാം കണ്ടു വന്നില്ലേ? അതെ 5 നേരത്തെ നിസ്കാരവുമായി വന്നിട്ട് അന്ന് സുബ്ഹി റസൂലുള്ളാഹി നിസ്കരിച്ചില്ല. റജബ് 27 സുബ്ഹി നിസ്കരിച്ചില്ല. നിസ്കാരം തുടങ്ങിയത് ളുഹർ മുതൽക്കാണ്. നിസ്കാരം തുടങ്ങിയത് ളുഹർ മുതൽക്കാണ്. അതുകൊണ്ടാണ് ളുഹറിനക്ക് ലഹറ എന്ന് ഭൂമിയിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട നിസ്കാരം എന്ന അർത്ഥമുള്ള ളുഹർ എന്നുള്ള പേര് വന്നത്. ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട നിസ്കാരം ളുഹറായത് കൊണ്ടാണ് ലഹറ ളുഹർ എന്നുള്ള പേര് വന്നത്. അങ്ങനെയാണ്. എന്തേ മുത്തുനബി സുബ്ഹി നിസ്കരിക്കാതിരുന്നത്? എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ, അറിയില്ല. എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇവിടെയാണ് മുസ്ലിമീങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പോരാ, എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പോരാ. കൈ പൊന്തിക്കേണ്ടിടത്തൊക്കെ എങ്ങനെയാണ് പൊന്തിക്കേണ്ടത്? എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്? അല്ലമനാ റസൂലുള്ളാഹ് അനൂറൽ ഹുദാ ലൗലാക ലം നകുൻ നഹ്തദീ വമാ ഇന്ന റാഹദൻ ബിഗൈരിക യഖ്തദീ. യാ റസൂലല്ലാഹ്, തങ്ങളെങ്ങാനും പ്രവാചകനായി വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ അറിയുമോ? ഞങ്ങൾക്ക് അല്ലാഹുവിനെ അറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് 1000 സ്വലാത്തും സലാമും അർപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാം അവിടുന്ന് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ നിസ്കരിച്ചോളണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അതേ, നമ്മളെപ്പോലെ ഈ തെറ്റിത്തടം ഭൂമിയിൽ വെച്ച് കൈകൾ വെച്ച് 7 അവയവങ്ങൾ വെച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റിലാക്സ് ആയിക്കൊണ്ട് ഒരു പരുന്ത് വന്ന് ലാൻഡ് ചെയ്യുന്നത് പോലെ, ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് പോലെ സുജൂദ് ചെയ്യണം. അങ്ങനെ സുജൂദ് ചെയ്യുന്നവർ, അങ്ങനെ ശിരസ് നമിക്കുന്നവർ ഈ ഭൂമിയിൽ നമ്മൾ മാത്രമാ. 17 തവണ ഒരു ദിവസം അല്ലാഹു സുജൂദ് ചെയ്ത റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവിനെ വാഴ്ത്തി സുബ്ഹാൻ റബ്ബിയൽ അളീം ബിഹംദിഹി സുബ്ഹാൻ റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് പറഞ്ഞിട്ട് റബ്ബിനെ വാഴ്ത്താൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. ആ ഇബാദത്തിന്റെ സൗന്ദര്യം എന്താ? അതാണ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, മൻ അബദഹു ലിശൈഇൻ യർജൂഹു മിൻഹു. ആരെങ്കിലും അല്ലാഹു ഇബാദത്ത് ചെയ്താൽ, അല്ലാഹുവിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്താൽ, ഔ ലിയദ്ഫഅ ബിതാഅതിഹി ഉറൂദൽ ഉഖൂബതി അൻഹു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇബാദത്ത് ചെയ്താൽ, ഫമാ ഖാമ ബിഹഖ്ഖി ഔസാഫിഹി, റബ്ബിന്റെ ഗുണവിശേഷണങ്ങളോടുള്ളൊരു കടപ്പാട് നമുക്കുണ്ട്. ആ ഗുണവിശേഷണങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടില്ല. ഒരൊറ്റ കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, ഞാൻ നേരത്തെ പറഞ്ഞ 9 ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ് മഅറൂഫുൽ ഖർഖി.
ആ 9 ഔലിയാക്കന്മാരിൽപ്പെട്ട ഒന്നാമത്തെ ആൾ ഉവൈസുൽ ഖർനിയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു മനുഷ്യൻ ഉവൈസുൽ ഖർനി തങ്ങള് മുത്തുനബിന്റെ കാലത്ത് യമനിൽ ജീവിച്ചു. മുത്തുനബിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ മദീനയിലേക്ക് പോയില്ല. എന്തേ മദീനയിലേക്ക് പോകാത്തത്? അന്ത ഫിൽ കുല്ലി ജമീലു വജമാലു യാ മുതഈ അന്ത മുബറഉം മിൻ കുല്ലി ഐബി കന്നക ഖുലിഖത കൈഫ തശാഉ. എല്ലാവിധ സൗന്ദര്യവുമുള്ള എല്ലാവിധ ജമാലുമുള്ള മുത്തു റസൂലുള്ളാഹ്. അവിടുത്തെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ചിട്ട് സഹാബത്തിന് മതി വന്നിട്ടില്ല. അവിടുത്തെ വിയർപ്പ് തുള്ളികൾ വരെ കസ്തൂരിയേക്കാൾ മണമുള്ളതാണ്. അവിടുത്തെ മൂത്രം അത് ഭൂമി കുടിച്ചു കളയുന്നു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ഒരാൾ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അൽ ഇൻസാനുൽ കാമിലായ മുത്തു റസൂലുള്ളാഹിനെ ഒരു നോക്ക് കാണാനുള്ള വല്ലാത്ത ആഗ്രഹം ഉവൈസുൽ ഖർനി തങ്ങൾക്കുണ്ടാഞ്ഞിട്ടല്ല. പക്ഷേ ഉമ്മയെന്ന് പറയുന്ന തന്റെ പെറ്റുമ്മയെ നോക്കേണ്ടതിനാൽ പരിപാലിക്കേണ്ടതിനാൽ പോകാൻ കഴിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തു റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഉവൈസ് വരും, ഉവൈസിനെ കൊണ്ട് നിങ്ങൾ ദ്വാരപ്പിക്കണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് മുത്തുനബി പറഞ്ഞു. അതുകൊണ്ട് തന്നെ യമനിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളോടൊക്കെ ചോദിക്കും, അഫീക്കും ഉവൈസ്, നിങ്ങളിൽ ഉവൈസ് ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു ദിവസം ഉവൈസുൽ ഖർനി തങ്ങളെ കണ്ടിട്ട് മുഖത്തോട് മുഖം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നില്ലേ? നഅം, ഉമ്മയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബറസുണ്ടായിരുന്നില്ലേ? വെള്ളപ്പുണ്ടായിരുന്നില്ലേ? ഉണ്ട്. അതൊക്കെ ശിഫയായില്ലേ? അതേ, ശിഫയായി. ഒരു കോയൻസ്, ഒരു ദീനാർ, ഒരു ദിർഹമിന്റെ ആ വട്ടത്തിലുള്ള സ്ഥലമൊഴികെ ബാക്കിയുള്ളതൊക്കെ ശിഫയായില്ലേ? അതേ, ശിഫയായിട്ടുണ്ട്. അതുകൊണ്ട് ഉവൈസ്, എനിക്ക് വേണ്ടി ദുആരക്കണേ, ഇസ്തഗ്ഫിർലി, എനിക്ക് വേണ്ടി ദുആരക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഉവൈസുൽ ഖർനി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിൽ വിനയാന്വിതനായി പറയുകയാണ്, അങ്ങേക്ക് വേണ്ടി ദ്വാരക്കുകയോ? രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു ഭാഗത്തിലൂടെ പോകുമ്പോ പിശാച് തോറ്റോടുകയാണ്, ഇബ്ലീസ് തോറ്റോടുകയാണ്. അത്രക്കും ധൈര്യമുള്ള ശുജാഇയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഉവൈസുൽ ഖർനി മടിച്ചു നിന്നപ്പോ പറഞ്ഞു, മുത്തു റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന് ദ്വാരന്ന് കൊടുത്തിട്ട് ഉവൈസുൽ ഖർനിയോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? അവിടുത്തെ ഗവർണർക്ക് ഞാൻ ഒരു എഴുത്തു തരട്ടെ എന്ന് ചോദിച്ചപ്പോ ഉവൈസുൽ ഖർനി തങ്ങൾ പറഞ്ഞു, വേണ്ട, എന്നെ ആരും അറിയണ്ട. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ആദർബീജാൻ, അർമീനിയ എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഇപ്പൊ പ്രസിദ്ധമാണല്ലോ. ആ ആദർബീജാനിൽ നടന്നൊരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയി ഉവൈസുൽ ഖർനി തങ്ങള്. ഉവൈസുൽ ഖർനി തങ്ങൾ കൊല്ലപ്പെട്ടപ്പോ കൂടെയുള്ള ആളുകൾ ഉവൈസുൽ ഖർനി തങ്ങൾ ചുമന്നു കൊണ്ടുപോയി. അങ്ങനെ ചുമന്നു കൊണ്ടുപോയി മഹാനവറുകളെ മറവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ വിജനമായ സ്ഥലത്ത് മറവ് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനവും അവിടെയുണ്ട്. ഖബർ കുഴിക്കുവാനുള്ള ആയുധങ്ങൾ അവിടെയുണ്ട്, വെള്ളം അവിടെയുണ്ട്. സുബ്ഹാനല്ലാഹ്, അവസാനമായി കഫൻ ചെയ്യാനുള്ള കഫംപുടയും അവിടെയുണ്ട്. എവിടെന്ന് വന്നു എന്നറിഞ്ഞൂടാ. അങ്ങനെ തീരെ പ്രസിദ്ധി ആഗ്രഹിക്കാത്ത ഉവൈസുൽ ഖർനി തങ്ങള്, മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു ഇബാദത്തിന് അവസരം തന്നിട്ട് ആ ഇബാദത്ത് ചെയ്തിട്ട് അത് മുഴുവനും നിഷ്ഫലമാകുന്ന പ്രവർത്തനങ്ങൾ, റിയാഇന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി, ജനങ്ങളെ മുന്നിൽ കാട്ടാൻ വേണ്ടി, ജനങ്ങളിൽ നിന്ന് പ്രശസ്തി കിട്ടാൻ വേണ്ടി, പ്രശംസ കിട്ടാൻ വേണ്ടി, അഭിനന്ദിക്കാൻ വേണ്ടി, പത്രത്തിൽ വരാൻ വേണ്ടി, ന്യൂസിൽ വരാൻ വേണ്ടി, വാട്സപ്പിൽ വരാൻ വേണ്ടി, അതേ ഇങ്ങനെയുള്ള പ്രസിദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ആര് ഇബാദത്ത് ചെയ്തോ തള്ളിക്കളയും അല്ലാഹു അവന്റെ ഇബാദത്ത്, അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കളയും. എന്റെ മുന്നിൽ ഞാനല്ലാത്ത ഉദ്ദേശം വെക്കുകയാണോ? എന്റെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി വഅദ് പറഞ്ഞിട്ട്, നിങ്ങൾ നന്നാകാൻ വേണ്ടി വഅദ് പറഞ്ഞിട്ട് നാളെ പത്രത്തിൽ വരണമെന്ന് ഈ ഉള്ളവന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ വക്കിൽ നിന്ന് അഭിനന്ദനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ?
റബ്ബിന്റെ ലഅനത്തിന് വിധേയനാകും. അല്ലാഹു കാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെയ്തുകൂടാ, അങ്ങനെ ചെയ്തുകൂടാ. ഒരു നിലക്കും ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ. ഇബാദത്തിന്റെ സൗന്ദര്യത്തിൽപ്പെട്ട ഒന്നാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസ് ഇല്ലാത്ത അമല് അല്ലാഹു സ്വീകരിക്കൂല. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅതി ഇല്ലാ തഖറബ മിൻ ഇലാഹിക ദിൽ കിലാ അമലുൽ ലിഅജലിൻ നാസി ശിർകും തർകുഹു ലിന്നാസി ദാക ഹുവരിയാഉ സബഹ്ലലാ. അദ്കിയായിൽ മഹാനായ മഖ്ദൂം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മോനെ, നീ എന്ത് ഇബാദത്ത് ചെയ്യുന്നുവോ, എന്ത് പ്രവർത്തനം ചെയ്യുന്നുവോ, അതിലൊക്കെ റബ്ബിന്റെ പൊരുത്തമല്ലാത്ത ഒന്നും ആഗ്രഹിച്ചുകൂടാ. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് ശിർക്കാണ്, ശിർക്കുൽ അസ്ഗറാണ്. അത് ചെയ്തുകൂടാ. അങ്ങനെ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല. ഇബാദത്തിന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് ഇഖ്ലാസ്. ഇബാദത്തിന്റെ മുഖ്യമായ സൗന്ദര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം ഉദ്ദേശിച്ചുകൊണ്ടോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനോ ഇബാദത്ത് ചെയ്യാതെ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് കൊണ്ട്, അല്ലാഹുവിനോടുള്ള ശൗഖ് കൊണ്ട്, അല്ലാഹുവിന്റെ സിഫാത്തുകൾ ചിന്തിച്ച്, അല്ലാഹുവിന്റെ ജമാലിയത്തിന്റെയും ജലാലിയത്തിന്റെയും സിഫാത്തുകൾ ചിന്തിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യലാണ് ഇബാദത്തിന്റെ സൗന്ദര്യം. അതാണ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല അൻഹു. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു, ഞാൻ നേരത്തെ പറഞ്ഞ 9 ഔലിയാക്കന്മാരിൽപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, ഈ 9 ഔലിയാക്കന്മാരെ തവസ്സുൽ ചെയ്ത് അവരെ വിളിച്ച് ദുആ ചെയ്താൽ നിന്റെ എല്ലാ ഉദ്ദേശങ്ങളും തവസ്സൽ ഇലർ റഹ്മാനി ഫീ കുല്ലി ഹാജതി തറൂമു ഖളാഹാ, അതെല്ലാം നിർവഹിക്കപ്പെടുമെന്ന് മഹാനവറുകൾ പറഞ്ഞു. ആ മഅറൂഫുൽ ഖർഖി തങ്ങളോട് ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വല്ലാതെ ഇബാദത്ത് ചെയ്യുന്നുവല്ലോ, നിങ്ങൾക്കതിന് അല്ലാഹു തൗഫീഖ് ചെയ്തു തന്നല്ലോ, നിങ്ങൾ വല്ലാതെ ഇബാദത്ത് ചെയ്യുന്നു, നിങ്ങൾക്കതിന്റെ പ്രചോദനം എന്താണ്? നിങ്ങൾ മരണത്തെ ഓർത്തത് കൊണ്ടാണോ? മഹാനായ ഇബ്നു നുബാദത്തിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു തന്റെ ഖുതുബയിൽ പറഞ്ഞു, മോനെ, നിറം മാറിയാൽ പറിച്ചെടുക്കാനായി എന്നല്ലേ ഉള്ളത് മോനെ. ഈ താടികൾക്ക്, കറുത്ത താടികൾക്കിടയിൽ വെള്ളരോമം വന്നാൽ, കറുത്ത മുടികൾക്കിടയിൽ വെള്ളമുടികൾ വന്നാൽ, മോനെ, ഇവിടെ നിന്ന് പോകാനായി, ഭൂമിയുടെ മുകളിൽ നിന്ന് ഉള്ളിലേക്ക് പോകാനായി, പള്ളിയിലെ സഫ് കാലിയാക്കി കൊടുക്കണം, വേറെ ആൾ അവിടെ വന്നിരിക്കാനായി, മോനെ, നിന്റെ വീട്ടിന്റെ മുന്നിൽ 6 കാലുള്ള മയ്യത്ത് കെട്ടിൽ വരാനായി, വഖദ്ദമൂനി ഇലൽ മിഹ്റാബി വൻസറഫൂ ഖൽഫൽ ഇമാമി ഫസല്ലാ ثم വദ്ദഅനി സല്ലൂ അലൈഹി സ്വലാത്തൻ ലാ റുകൂഅ ലഹാ വലാ സുജൂദ ലഅല്ലല്ലാഹ യർഹമുനി. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ബൈത്താണത്. അതേ, എല്ലാവരും കൂടി മോനെ നിന്നെ താങ്ങിയിട്ട് 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ മെഹ്റാബിന്റെ അവിടെ കൊണ്ടുപോയി വെച്ച്, വഖദ്ദമൂനി ഇലൽ മിഹ്റാബി വൻസറഫു ഖൽഫൽ ഇമാമി ഫസല്ല ثم വദ്ദഅനി, ഇമാമിന്റെ പുറകിലേക്ക് മാറി നിന്ന് എന്നോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോവുകയാ. അങ്ങനെയുള്ളൊരു ദിവസം നമുക്കൊക്കെ വരാനിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. സല്ലൂ അലൈഹി സ്വലാത്തൻ ലാ റുകൂഅ ലഹാ വലാ സുജൂദ ലഅല്ലല്ലാഹ യർഹമുനി. റുകൂഇല്ലാത്ത നിസ്കാരം, സുജൂദില്ലാത്ത നിസ്കാരം എന്തേ പെട്ടെന്ന് കൊണ്ടുപോകണം? എന്തേ അങ്ങനെ നിസ്കരിക്കാനുള്ള കാരണം പെട്ടെന്ന് കൊണ്ടുപോകണം? അങ്ങനെയുള്ളൊരു നിസ്കാരം നിസ്കരിക്കുന്ന ദിവസം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ഇബ്നു നുബാദത്തിൽ മിസ്രി തങ്ങൾ പറയുന്നു, മക്കളെ, ഒരു വാഴപ്പഴം, ആ വാഴപ്പഴം പച്ച നിറമുള്ളത് മഞ്ഞ നിറമായാൽ നീ പറിച്ചു കൊണ്ടുവരില്ലേ, വെട്ടിക്കൊണ്ടുവരില്ലേ? അതുപോലെ കറുത്ത രോമങ്ങൾക്കിടയിൽ വെള്ളരോമം വന്നാൽ ഇവിടുന്ന് പോകാനായി
ഒരു 40 വയസ്സുള്ള ആൾക്ക് ഒരു 40 വയസ്സ് ഇനി കിട്ടൂല, 50 വയസ്സുള്ള ആൾക്ക് ഇനി ഒരു 50 വയസ്സ് കിട്ടൂല. നല്ല യുവത്വങ്ങളൊക്കെ പോയി എല്ലാം കഴിഞ്ഞു പോയി പോകാനുള്ള ഒരുക്കമാണ്. അതുകൊണ്ട് സൗന്ദര്യമുള്ള ഇബാദത്ത് ചെയ്തോ. മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ മരണത്തെ ഓർത്തുകൊണ്ടാണോ വല്ലാതെ ഇബാദത്ത് ചെയ്യുന്നത്? മഹാനവറുകൾ ചോദിച്ചു, വമൽ മൗത്ത്, മരണം എന്താണോ? അതെന്തെങ്കിലും ആണോ? ഖബർ ഓർത്തുകൊണ്ടാണോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, ഖബർ ഓർത്തുകൊണ്ടാണോ? വഅൻസലൂനി ഇലാ ഖബരി, എന്നെ ഖബറിലേക്ക് അവർ ഇറക്കി വെക്കുന്ന രംഗം വരും. ആ ഖബർ ഓർത്തുകൊണ്ടാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? മൽ ഖബറു, ഖബർ എന്താണോ? സുബ്ഹാനല്ലാഹ്. മഅറൂഫുൽ ഖർഹി പറഞ്ഞ ഒരേ ഒരു മറുപടി, ഹുബ്ബൻ ലില്ലാഹി വശൗഖൻ ലില്ലാഹ്. ഇക്കാണുന്ന ആകാശങ്ങളെ പടച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, ഇക്കാണുന്ന ഭൂമി പടച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, ഒരു തരി മണൽ പോലും ഉണ്ടാക്കാൻ മനുഷ്യർക്ക് ഇന്നേ കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുപ്പുനീരുണ്ടാക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു ഗർഭാശയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു തുള്ളി ഇന്ദ്രിയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു വറ്റുപോലും ഒരു മണി അരി പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം ഉണ്ടാക്കി സൃഷ്ടിച്ച് ഈ ലോകം പരിപാലിക്കുന്ന അല്ലാഹ്. ആകാശത്തിന്റെ മെറ്റീരിയൽ എന്താണെന്ന് ശാസ്ത്രജ്ഞനിക്ക് ഇന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ആകാശത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. 47 ദിവസം യാത്ര ചെയ്തിട്ട് ഇന്ത്യയുടെ ചന്ദ്രയാൻ ചന്ദ്രനിൽ പോയി, ഇന്ത്യയുടെ ലാൻഡർ അവിടെ പോയി തകർന്നു വീണിട്ട് എത്ര ദിവസമാണ് യാത്ര ചെയ്തത്? എത്ര കിലോമീറ്ററുകളാണ് യാത്ര ചെയ്തത്? എന്നിട്ടും സമായിലേക്ക് എത്തിയില്ല. അല്ലദീ ജഅല ലക്കുമുൽ ഫിറാശ വസ്സമാഅ ബിനാഅ, ആ സമായിലേക്ക് ശാസ്ത്രത്തിന് എത്താൻ കഴിഞ്ഞില്ല. ചന്ദ്രൻ എന്നത് ഭൂമിയോട് അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ്. 3 ലക്ഷം കിലോമീറ്റർ ആണ് അങ്ങോട്ട് അകലെയുള്ളത്. അവിടെ പോയി എന്ന് പറയുന്നു, അവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനിക്ക് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചാൽ അത് മഹാഭാഗ്യമാണെന്ന് മനസ്സിലാക്കലോട് കൂടെ അതിന്റെ സൗന്ദര്യം അല്ലാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്, അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അത് മാത്രം ലക്ഷ്യമാക്കി ഇങ്ങനെയൊക്കെ പരിപാലിക്കുന്ന അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ എന്നതിൽ സന്തോഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യലാണ്. അതേ ഹുബ്ബും ഷൗഖും അടിസ്ഥാനമാക്കി ഇബാദത്ത് ചെയ്യലാണ് ഇബാദത്തിന്റെ മുഖ്യ സൗന്ദര്യമെന്ന് ഇബ്നു അബ്ബാദ് തങ്ങൾ, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളടക്കമുള്ള ആളുകൾ അവിടുത്തെ കിതാബുകളിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ധാരാളം ഉമ്മമാർ ഇവിടെയുണ്ട്. അവരോടൊരു കാര്യം ഉണർത്തിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട അഷ്ഫാഖ് ഫൈലിക്ക് വഴിമാറി കൊടുക്കുകയാ. പ്രിയപ്പെട്ട ഉമ്മമാരെ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തസവ്വുഫിന് അടിസ്ഥാനം ഉസൂലുകളൊക്കെ എഴുതിയ സയ്യിദു ത്വായിഫത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അവരുടെ ശിഷ്യനാണ് അലി ഇബ്നു അൽവാനി ദമസ്കി റളിയല്ലാഹു അൻഹു. ആ അലി ഇബ്നു അൽവാനി ദമസ്കി തങ്ങള് ഒരു ജനാസയിൽ പങ്കെടുത്ത്, ഒരു ജനാസയിൽ ഒരു മയ്യത്ത് മറവ് ചെയ്യുമ്പോ അവിടെ പങ്കെടുത്തിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ നദർതു ഇല ഇംറഅതി മുസ്ഫിറ, നല്ല മൊഞ്ചുള്ള ചൊറുക്കുള്ള സൗന്ദര്യമുള്ള മുഖഭംഗിയുള്ള ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. പെട്ടെന്ന് മുഖം ഒന്ന് തിരിച്ചപ്പോ ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിപ്പോയപ്പോ ഇന്നിസ്തർജഅതു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഞാൻ പറഞ്ഞു. വസ്തഗ്ഫിറുല്ലാഹ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നും പറഞ്ഞു. പടച്ചോനെ, വലിയ തെറ്റ് ചെയ്തു പോയല്ലോ, പടച്ചോനെ, ഞാൻ അല്ലാഹുവേ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയല്ലോ, അബദ്ധത്തിൽ അറിയാതെ ഒന്ന് നോക്കിയതാ. നദർതു ഇല ഇംറഅത്തിൻ മുസ്ഫിറ, നല്ല അഴകുള്ള ഒരു പെണ്ണിന്റെ മുഖത്തേക്ക്, മുഖഭംഗിയുള്ള ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് പെട്ടെന്നൊന്ന് നോക്കിയതാണ്. ആ നോക്കിയ സമയത്ത് പടച്ച റബ്ബേ, തെറ്റ് വന്നല്ലോ. എൻ്റെ ഉമ്മമാരെ, അനുജത്തിമാരെ, ഞങ്ങളുടെ നാട്ടിൽ കേരളത്തില്
തൃശ്ശൂർ ജില്ലയോട് അടുത്ത് കിടക്കുന്ന പുത്തമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മറപെട്ട് കിടക്കുന്ന ഒരു വലിയ മഹാനുണ്ട്. ആ മഹാൻ വഫാത്താകുന്നത് വരെ ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ഒരന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല ആ മഹാനവറുകൾ വഫാത്താകുന്നത് വരെ. മഹാനായ അലി ഇബ്നു അലവാനി ദിമശ്ഖി വല്ലാതെ വിഷമിച്ച് വീട്ടിലേക്ക് പോകുമ്പോ കിഴവിയായ ഒരു ഉമ്മ വഴിയോരത്ത് നിൽക്കുന്നുണ്ട്. ആ ഉമ്മ അലി ഇബ്നു അലവാനി ദിമശ്ഖിയെ കാണാൻ പറ്റുന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മ അലി ഇബ്നു അലവാനി ദിമശ്ഖിയോട് ചോദിച്ചു, യാ സയ്യിദി മാലി അറാ വജ്ഹക മുദ്ലിമാ, പ്രിയപ്പെട്ടവരെ മുഖമാകെ കറുത്തുപോയല്ലോ, നല്ല പ്രകാശിക്കുന്ന മുഖമായിരുന്നല്ലോ നിങ്ങളുടെ മുഖം, നിങ്ങളുടെ മുഖമാകെ കറുത്തിരണ്ട്, കാണാൻ തീരെ ചൊറുക്കില്ലാത്ത മുഖമായല്ലോ, എന്തേ പറ്റിപ്പോയി നിങ്ങൾക്ക്? മഹാനായ അലി ഇബ്നു അലവാൻ നേരെ വീട്ടിലേക്ക് ചെന്ന് ഫനദർതുൽ മിർആത്ത്, ഞാൻ കണ്ണാടി എടുത്ത് നോക്കിയപ്പോൾ എന്റെ മുഖത്തിനാകെ മാറ്റം വന്നു. റബ്ബേ, എന്റെ പക്കൽ നിന്ന് വന്ന തെറ്റെന്താണ്? എന്റെ പക്കൽ നിന്ന് വന്ന തെറ്റെന്താണ്? ഈമാന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയല്ലോ, ഈമാന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയല്ലോ. മഹാനായ അലി ഇബ്നു അലവാൻ തങ്ങൾ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് അറിയാതെ പെട്ടെന്ന് നോക്കിയ കാരണത്താൽ 40 ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് തൗബ ചെയ്തു. എന്നിട്ടും മതിവരാതെ, എന്നിട്ടും മനസ്സമാധാനമില്ലാതെ ദമസ്കസിൽ നിന്ന് ബഗ്ദാദിലേക്ക്, ജുനൈദുൽ ബഗ്ദാദിയാകുന്ന തന്റെ ശൈഖിനെ കാണാൻ വേണ്ടി പോയി. ശൈഖിനോട് പരാതി പറയാൻ, എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നവർ, മുരീദി തമസ്സക് ബി ഫകും ബി യവാതിഖ വഅഹ്മീക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. ഔസുൽ ആദം തങ്ങൾ പറഞ്ഞില്ലേ, മഹാനായ അലി ഇബ്നു അലവാൻ തങ്ങള് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അടുത്ത് പോയി സങ്കടം പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തേ കാരണം? ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് അബദ്ധത്തിൽ നോക്കിയത് കൊണ്ടാ. അതുകൊണ്ട് ഉമ്മമാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ചുറ്റുഭാഗത്തും നിങ്ങള് അന്യപുരുഷന്മാരോട് ഇടകലർന്നുകൊണ്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ അത് അല്ലാഹുക്ക് പൊരുത്തമില്ലാത്തതാണ്, ഔലിയാക്കന്മാർക്ക് പൊരുത്തമില്ലാത്തതാണ്, ഇവിടെയുള്ള മറപെട്ട് കിടക്കുന്ന മഹാന്മാർക്ക് പൊരുത്തമില്ലാത്തതാണ്. നിങ്ങൾ അറിയുമോ, താജുൽ ഉലമ ഇവിടെ ഉറൂസ് നടത്തുന്ന കാലത്തൊക്കെ തന്നെ മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് വല്ലാത്ത മഹാനാണ്, ദുആക്ക് ഇജാബത്തുള്ള താജുൽ ഉലമയുടെ 3.5 കൊല്ലത്തെ ഉസ്താദാണ്. ആ ഉസ്താദ് വഫാത്താകുന്നത് വരെ ഉറൂസിന് വരാറുണ്ട്. മഹാനായ താജുൽ ഉലമ ഉള്ളപ്പോഴൊക്കെ ഉറൂസിന് വരാറുണ്ട്. ഉറൂസിന് വന്നിട്ട് ഒരിക്കൽ താജുൽ ഉലമയോട് കണ്ണിയത്ത് റഹ്മുള്ള പറഞ്ഞു, തങ്ങളെ ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ വരുന്ന പെണ്ണുങ്ങളെ മുഴുവൻ അടിച്ചു പായിപ്പിക്കണം തങ്ങളെ. ഇത് ഈ അബ്ദുൽ വാസീന് എവിടുന്നാ കിട്ടിയത്? എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞതാണ്. അങ്ങനെ കണ്ണിയത്തോറ് തങ്ങളോട് പറഞ്ഞു, ഒരു വടിയെടുത്തിട്ട് തങ്ങൾ വെറ്റുകളൊക്കെ പഠിച്ച് പായിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാനത് നിങ്ങളോട് പറയുകയാണ്, അതൊരു കടമയായി പറയുകയാണ്. എൻ്റെ ഉമ്മമാരോട് അനുജത്തിമാരോട് പറയുകയാണ്. ബാബു ഖുറൂജുൻ നിസാ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ട്, ഖുറൂജുൻ നിസാ അബദ്ധമാണ്, വലിയ അപകടമാണ്. അതോടുകൂടെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, അനുജത്തിമാരെ, ഒരു പെണ്ണിന്റെ മയ്യത്ത് വെച്ചാൽ ആ മയ്യത്ത് നിസ്കരിക്കുമ്പോ ഇമാമ് നിൽക്കല് പെണ്ണിന്റെ ചന്തിന്റെ ഭാഗത്താണ്, പൃഷ്ഠഭാഗത്താണ്. മലയാളം എനിക്കറിയൂ, അതുകൊണ്ട് കന്നഡയിൽ എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ചന്തിയുടെ ഭാഗത്താണ് ഇമാമ് നിൽക്കുക. ആണാണെങ്കിൽ ഇമാമ് നിൽക്കൽ തലഭാഗത്താണ്. എന്തേ ഈ വ്യത്യാസം? ആണാവുമ്പോ തലഭാഗത്ത് നിൽക്കുന്നു, പെണ്ണാകുമ്പോ ചന്തി ഭാഗത്ത് എന്താ നിൽക്കുന്നത്? അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. എന്താണ് ആ രഹസ്യം? പഴയ കാലത്ത് മയ്യത്തൊക്കെ കൊണ്ടുവരുമ്പോൾ മയ്യത്ത് കട്ടിലിന്റെ ഉള്ളിൽ നിന്ന് മയ്യത്തിനെ കാണാൻ പറ്റും. കാരണം അങ്ങനെയുള്ള കട്ടിലുകളാണ് അന്ന്. അത് ചെറിയ ചെറിയ പലകൾ വെച്ചിട്ടുള്ള പഴയ മയ്യത്ത് കട്ടിലെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോ ആ മയ്യത്താകുന്ന പെണ്ണിന്റെ ചന്തി ഭാഗം പിൻഭാഗത്ത് നിൽക്കുന്ന പുരുഷന്മാർ കാണാതിരിക്കാൻ ഇമാം അവിടെ മറവായി നിന്നാൽ പിന്നെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും ആ പെണ്ണിന്റെ ചന്തി കാണാൻ പറ്റൂല. ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഇമാമ് പെണ്ണിന്റെ ചന്തി ഭാഗത്ത് നിൽക്കുന്നത്. മരിച്ചാൽ വരെ ഈ പെണ്ണിന്റെ ചന്തി മറച്ചിട്ട് നല്ലപോലെ ഫിറ്റായി തുണി കൊണ്ട് മറച്ച ആ ചന്തി അന്യ പുരുഷന്മാർ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പരിശുദ്ധ ദീൻ ഇമാമിനോട് അവിടെ നിൽക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, അതാ ഇമാമ് കാണൂലേ?
അത് ആ ഇമാമ കാണൂലേ എന്ന ചോദ്യമുണ്ട്. അതിന് ഫുഖഹാ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇമാമൊക്കെ നല്ലോരല്ലേ ആവുള്ളൂ, ഒന്നിരിക്കല്ല ആ പെണ്ണിന്റെ മെഹറമേ ആവൂ, അല്ലെങ്കിൽ നല്ല സ്വാലിഹീങ്ങളായ ആൾക്കാരെ ആവുള്ളൂ, അവരെ പക്കൽ നിന്നൊന്നും ആ ചിന്ത വരൂല എന്നാണ് ഫുഖഹായിന് പറഞ്ഞ മറുപടി. മരിച്ചാൽ വരെ ഈ പെണ്ണിന്റെ ചന്തിഭാഗം ഒരാൾക്ക് കാണിച്ചു കൊടുക്കരുതെന്ന് പരിശുദ്ധ ദീൻ നിഷ്കർഷിക്കുമ്പോ വളർന്നു വരുന്ന ഉമ്മമാരെ, അനുജത്തിമാരെ, ആ ഭാഗമല്ലേ നമ്മുടെ കുട്ടികൾ എന്ന് കാണിച്ചു കൊടുക്കുന്നത്? അതിനു വേണ്ടിയുള്ള ഡ്രസ്സുകളല്ലേ കുട്ടികൾ അണിയുന്നത്? നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, നിങ്ങളോട് പറയുകയാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. റബ്ബിന്റെ ആ കോടതിയിൽ ഞാനും നിങ്ങളും ഉത്തരം പറയേണ്ടി വരും. അതോടുകൂടെ തന്നെ ഇബ്നു അലി ഇബ്നു അലവാനി ദിമശ്കി അബദ്ധത്തിലൊന്ന് നോക്കിപ്പോയത് കൊണ്ടാണ് 40 ദിവസം എത്രയെത്ര ആലിമീങ്ങൾ അവരുടെ ഈമാന്റെ പ്രഭ കുറഞ്ഞുപോയി, എത്രയെത്ര സാലിഹീങ്ങൾ അവരുടെ ഈമാന്റെ പ്രഭ കുറഞ്ഞുപോയി. അതുകൊണ്ട് ഉമ്മമാരോട്, അനുജത്തിമാരോട്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞ അനിവാര്യമായ ഘട്ടങ്ങളിലല്ലാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കൂടാ. ആണും പെണ്ണും കൂടുന്ന രൂപത്തിലുള്ള കൂടിക്കലൽ ഒന്നും തന്നെ പരിശുദ്ധമായ ദീൻ അനുവദിച്ചിട്ടില്ല. ആ കാര്യം എൻ്റെ ഉമ്മമാരോട്, അനുജത്തിമാരോട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇബാദത്ത് അതിന്റെ സൗന്ദര്യം അനുസരിച്ച് ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദ് മദനി തങ്ങളുടെ മഖാമിൽ വെച്ച് അല്ലാഹു ഔലിയാക്കന്മാർക്ക് നൽകിയതൊക്കെ അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. സാലിഹീങ്ങൾക്ക് നൽകിയതൊക്കെ നമുക്കും നൽകുമാറാകട്ടെ. അവരൊക്കെ ചോദിച്ചത് നമ്മളും ചോദിക്കുകയാ. മഹാനായ സയ്യിദ് മദനി തങ്ങളെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. താജുൽ ഉലമയുടെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇവിടെയൊക്കെ താജുൽ ഉലമ ഉള്ളതുപോലെ തോന്നുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അഷ്ഫാഖ് ഫൈദി അവറുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അംഗങ്ങളെ ബുഖാരയിൽ